ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒടുവിൽ നമ്മൾ പ്രതീക്ഷിച്ചു തന്നെ സംഭവിച്ചു. നമ്മളൊരു റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചർച്ച. എന്ന് പറഞ്ഞാൽ ആ ചർച്ചയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ഒരു തുള്ളി രക്തം പൊടിയാതെ നരേന്ദ്രമോദി ആ ലക്ഷ്യം കണ്ടു എന്നുള്ളത്. അതായത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു ഭീഷണിയാണ് ഈ റോഹിംഗ്യൻസ്, ബംഗ്ലാദേശികൾ. യവന്മാരെ നമ്മൾ എവിടെ കൊണ്ട് തള്ളും എന്നുള്ള എന്റെ വലിയൊരു സംശയമായിരുന്നു. പക്ഷെ അതിന് താങ്കൾ തന്ന മറുപടി വളരെ ക്ലിയർ ആയിരുന്നു. കാരണം വോട്ടർ പട്ടികയിൽ നിന്ന് യവന്മാരെ എടുത്ത് പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ യവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാർ പിന്നെ യവന്മാരെ പുറകെ പോകത്തില്ല. വോട്ടർ പട്ടികയിൽ നിന്ന് ഇവർക്ക് പുറത്തായി കഴിഞ്ഞാൽ ഇവർ അനധികൃത കുടിയേറ്റക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇൻഷുറൻസ് കിട്ടില്ല, ഭക്ഷണം, ഈ റേഷൻ കിട്ടില്ല, ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. പാവപ്പെട്ട ഇന്ത്യക്കാർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും ഇവന്മാർ എടുക്കുന്നുണ്ട്. മെഡിക്കലിന് പോലും ഇവന്മാർക്ക് പൈസ കൊടുത്ത് മാത്രമേ ഇവന്മാർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവന്മാർ ഇവിടെ നിൽക്കത്തില്ല. വന്ന വഴി ഇവന്മാർ സ്വന്തം രാജ്യത്തോട്ട് തിരിച്ചു പോകാനുള്ള സെറ്റപ്പാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഇപ്പോഴിത് ആ ഒരു സെറ്റപ്പ് തെളിഞ്ഞു വന്നിരിക്കുകയാണ്. ഇപ്പൊ ബീഹാറില് വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഇതൊന്ന് തിരുത്തണം, എത്ര പേരാണ് ഇതിനകത്തുള്ളതെന്ന് അറിയണം. അച്ഛനും അപ്പൂപ്പനും ഒന്നും ഇവിടെ ഇല്ലാത്ത കുറെ എണ്ണം ഇതിനകത്ത് കയറി പറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം SIR തുടങ്ങി. ആദ്യഘട്ടം അത് പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കി. ഈ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയപ്പോഴാണ് ഈ ബീഹാറിൽ ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്ന 4 ജില്ലകൾ, ഈ 4 ജില്ലകളിൽ എല്ലാം കൂടെ ചേർത്ത് 7.6 ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ, അതായത് ബംഗ്ലാദേശികളും റോഹിംഗ്യൻസുമാണ് അവിടെ കയറി താമസിച്ചിരിക്കുന്നത്. യവന്മാരാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 4 മേഖലകളിൽ ജയിക്കുന്നത് ആരാണെന്ന് അറിയാം? തീവ്ര മുസ്ലിം സംഘടനയായിട്ടുള്ള ഒവൈസിയുടെ പാർട്ടി. എന്തൊരു ചതിയാണ് ചേട്ടാ ഇത്. സീരിയസ്ലി ഇത് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് എനിക്ക് വളരെ നാണക്കേടുണ്ട് കേട്ടോ. സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. അവിടെ 6 ജില്ലകളിലാണ് ഇവന്മാര് ഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷമാണ്. എല്ലാത്തിനെയും വോട്ടർ പട്ടികയിൽ നിർത്ത് പുറത്തിടണം. പിന്നെ മമതാ ബാനർജി ആയിരത്ത് പോയി വോട്ട് ചോദിക്കും, ഇവന്മാർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗുണ്ടായസത്തിലൂടെ ഇവന്മാർക്ക് വോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിച്ച് നിരത്താം ഇവന്മാരെ, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇവന്മാരുടെ മനുഷ്യാവകാശം ഒന്നും ചോദിച്ചാൽ ആരും വരൂല. അടിച്ച് നട്ടലൊടിക്കുക, അല്ലെങ്കിൽ സ്വന്തം നാട്ടിലോട്ട് പൊക്കോന്ന് നമുക്ക് പറയാം കൃത്യമായിട്ട്. അതായത് ഇപ്പോ 4 ജില്ല എന്ന് പറയുന്നത് സീമാഞ്ചർ മേഖല, അരാറിയ, കിഷൻജംഗ്, പൂർണിയ, കതിഹാർ. ഈ ജില്ലകളിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്നാണ് ധാരാളം പേരുകൾ നീക്കം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത്. രാഷ്ട്രീയ കോളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇവന്മാര് പ്ലക്കാർഡുമായിട്ട് ഇറങ്ങി. ഈ ഈ മറ്റേ എന്താ പറയാ, ഇന്ത്യ മാറിപ്പോകുന്ന ഇന്ത്യകള് പ്ലക്കാർഡുമായിട്ട് ഇറങ്ങി. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. ബംഗ്ലാദേശിന്റെയും നേപ്പാളിലും അതിർത്തികളോട് ചേർന്നുള്ള ഈ പ്രദേശം വലിയൊരു മുസ്ലിം ജനസംഖ്യ ഉള്ളതാണ്. നുഴഞ്ഞു കയറ്റക്കാർ കാരണം ഈ പ്രദേശം എല്ലായ്പ്പോഴും സെൻസിറ്റീവാണ്. ഈ പ്രദേശങ്ങളിൽ അവന്മാർ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു കലാപമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം അവന്മാർ നടത്തിയിട്ടുണ്ട്. എന്തായിരിക്കും നമ്മുടെ സർക്കാരിന്റെ ഒരു പ്രതികരണം ഇതിൽ? ഇത് സർക്കാർ പ്രതീക്ഷിച്ചത് തന്നെയാണ്. നമ്മൾ അഗ്നിവീർ തുടങ്ങിയപ്പോൾ ഒരു കലാപം ഉണ്ടായിരുന്നു. അഗ്നിവീർ അതിന്റെ പിന്നിൽ ഈ സുഡാപ്പീസ് ആയിരുന്നു. അഗ്നിവീർ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്നു. 4 ദിവസം കൊണ്ടാണ് അത് അടിച്ചമർത്തിയത്. ആ കലാപത്തിൽപ്പെട്ടവർ ഇന്നും പുറത്തിറങ്ങിയിട്ടില്ല. അവരുടെ സ്വത്തുക്കളെല്ലാം സർക്കാർ പിടിച്ചോണ്ട് പോയി, നശിപ്പിച്ചത്. അപ്പോ ഇതിപ്പോ ഒരു കലാപത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ, ഇന്ത്യ മുന്നണി എല്ലാം കൂടെ അടുത്ത ദിവസം ഒരു മഹാപ്രതിഷേധ റാലി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് നടത്താൻ പോകുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്: എന്റെ കയ്യിൽ ഒരു അണുബോംബുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഇതോടുകൂടി തകരും, ആ അണുബോംബ് ഞാൻ പൊട്ടിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം പുള്ളി ഒരു അണുബോംബ് പൊട്ടിച്ചിട്ട് അതിന്റെ ചിരി ഇതുവരെ മാറിയിട്ടില്ല. 2020 കാർഷിക നിയമത്തിൽ അരുൺ ജെയ്റ്റ്ലി തന്നെ വിളിച്ച് വരട്ടിയെന്ന്. അപ്പൊ പുള്ളിയുടെ മകൻ പറഞ്ഞു, 2019 എന്റെ പിതാവ് മരിച്ചിരുന്നു, മരിച്ച ഒരാൾ എങ്ങനെയാണ് താങ്കളെ വന്ന് ഭീഷണിപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. ഇതാണ് രാഹുൽ ഗാന്ധി. ഏതായാലും DMK ഇപ്പൊ ഒരു വലിയ പ്രസ്താവന നടത്തുന്നു. DMK പറഞ്ഞു, ഞങ്ങളും പ്രതിഷേധത്തിൽ ഇറങ്ങുകയാണ്, ഇത് നടക്കത്തില്ല, ഇത് ശരിയാകത്തില്ലെന്ന്. അപ്പോൾ ഈ കാലാകാലങ്ങളിൽ ഈ പ്രതിപക്ഷം ജയിച്ചുകൊണ്ടിരുന്ന വോട്ടും ഒക്കെ എവിടെ നിന്നായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇത് കണക്കുള്ള ഈ ഫ്രോഡുകളെ വിളിച്ചിട്ട്, പിന്നെ വിദേശികളെ വിളിച്ചിരുന്നിട്ട് അവരെ കൊണ്ട് വോട്ടർ പട്ടിക ചേർത്തിട്ടായിരുന്നു ഈ പണി മുഴുവൻ നടത്തിയത്. ഇപ്പൊ ബീഹാറിൽ നിന്ന് ഇത്രയും പേര് പോകുമ്പോൾ തനിനിറം പുറത്തു ചാടുന്നുണ്ട്. മാളത്തിലിരിക്കുന്ന മണ്ണിര വരെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇത് ഈ നരേന്ദ്രമോദി സർക്കാർ എപ്പോഴും ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ, ഈ മാളത്തിനകത്തിരിക്കുന്ന സാധനങ്ങളെ ആദ്യം അവർ പുകച്ചു ചാടിക്കും. എന്നിട്ട് മാത്രമേ ഇവർ അറ്റാക്ക് നടത്തുള്ളൂ. അതെല്ലാം നമ്മൾ കണ്ടുവരാം. ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. എന്നിട്ട് അവർ വളരെ സൈലന്റ് ആയിട്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ ധനുഷ്? എത്രയോ മാസം അവർ സൈലന്റ് ആയി. എന്തിനാ അവർ സൈലന്റ് ആയെന്ന് അറിയാവോ? ഇതിനകത്ത് ഇതിന്റെ ഒരു എതിർപ്പുമായി വരുന്ന ചെറിയ മണ്ണിര വരെ പുറത്തിറങ്ങട്ടെ, എന്നിട്ട് പണി തുടങ്ങാം എന്നുള്ളതാണ് അവർ കണ്ടത്. അങ്ങനെ 9 മാസമോ 10 മാസമോ കഴിഞ്ഞിട്ട് അത് പിന്നെ കലാപമായി മാറി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു നിരത്തങ്ങ് തുടങ്ങുന്നത്. രണ്ടാമത് അഗ്നിവീർ പദ്ധതിയുടെ സംഘർഷം തുടങ്ങി. അത് ആദ്യത്തെ ദിവസം കത്തി. നമ്മുടെ കേരളത്തിൽ പിന്നെ എന്ത് വന്നാലും ഒരു റാലിയും പ്രകടനം, അന്ന് കേരളത്തിലുണ്ടാകുന്ന പ്രകടനമൊക്കെ. മറ്റിടത്ത് പിന്നെ ബീഹാറിലുമൊക്കെ അത് വലിയ കലാപമായിട്ടാണ്. കലാപമല്ല, ട്രെയിനൊക്കെ കത്തിക്കുന്നവന്മാരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ആയി കഴിഞ്ഞപ്പോഴാണ് പണി തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി, ഇറങ്ങാവുന്നവന്മാരെല്ലാം ഇറങ്ങിക്കഴിഞ്ഞ് ഇനി കൂടുതൽ ആരും ഇറങ്ങത്തില്ല.
പോപ്പുലർ ഫ്രണ്ട് ഇവിടെ കിടന്ന് പൊളച്ചുകൊണ്ടേയിരുന്നു, നോക്കിക്കൊണ്ടിരുന്നു എവിടം വരെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് റൂട്ടും കാര്യങ്ങളും എല്ലാം വന്ന് റൂട്ടടക്കം പിടിച്ചകത്തിട്ട് ആ പ്രസ്ഥാനം തന്നെ മുച്ചോട് മുടിച്ചു കഴിഞ്ഞു. അപ്പം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ബീഹാറിൽ ഇപ്പൊ ഇത് കൊണ്ടിരുന്നത്, ഇത് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരാൻ പോകുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഒന്ന് ബീഹാറും ബംഗാളും മാത്രമാണ്. ബംഗാൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഉള്ളത്, ഈ ബംഗ്ലാദേശികളും മറ്റ് അനധികൃത റോഹിംഗ്യൻസും ഒക്കെ ഉള്ളത്. അപ്പം ഇവിടെ വരുന്നു, ഇതൊരു കലാപമായിട്ട് മാറുന്നു, ഇല്ലെങ്കിൽ ഇതൊരു വലിയ സംഘം. കാരണം ഇതിനകത്ത് പ്രതിപക്ഷം ഏത് ആംഗിളിലാണ് പറഞ്ഞത്. ഇന്നലെ നമ്മുടെ ശ്രീ തേജസ്വി യാദവ്, RLDയുടെ നേതാവ്, ലല്ലുവിന്റെ മകൻ, അദ്ദേഹം ഒരു ID കാർഡ് എടുത്തിട്ട് പറയാം എനിക്ക് 2 വോട്ടുണ്ടെന്ന്. അത് ഇത് കേട്ടുടനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാം എങ്കിൽ ഇപ്പൊ തന്നെ നടപടി എടുക്കണമല്ലോ, 2 ഉണ്ടെങ്കിൽ 2 വോട്ടർ പട്ടികയിൽ എന്റെ പേരുണ്ടെന്ന്. അദ്ദേഹം ഈ ഇലക്ഷൻ കമ്മീഷനെ താറടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കാണിച്ചതാണ്. അദ്ദേഹത്തിന് 2 വോട്ടുണ്ട്. ഇതാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ അവസ്ഥ എങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും? അതാ ഇവന്മാരെല്ലാവരും മണ്ടന്മാരാണെന്നുള്ളതാണ് മറ്റൊരു സാധനം. ഇവരുടെ നേതാവും മണ്ടൻ, അണികളും മണ്ടൻ, എല്ലാവരും മണ്ടന്മാര്. അപ്പോ അതങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും എടുത്ത് കാണിക്കൂ. അപ്പം അത് ശരിക്കും പറഞ്ഞാല് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കളിയാക്കാൻ കാണിച്ചതാണ്. പക്ഷെ പുള്ളിക്ക് അത് തിരിച്ചു വന്നു. അപ്പം ഇത്രയും പേര് പുറത്തു പോകുമ്പോൾ തന്നെ അവർ വലിയ പ്രക്ഷോഭമായിട്ട് വന്നിരിക്കുന്നു. കാരണം ഇത്രയും വോട്ടർമാർ പുറത്തു പോയാൽ അവർക്ക് നന്നായി അറിയാം ഈ ഒരു പ്രക്ഷോഭം, അതായത് ബീഹാറിലെ പ്രക്ഷോഭം കത്തിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഈ പ്രക്ഷോഭത്തിൽ ഇന്ത്യൻ ജനത കൂടെ നിൽക്കത്തില്ല. ഇവരെന്ത് പറഞ്ഞ് പ്രക്ഷോഭം നടത്തും? നമ്മൾ ചോദിക്കും, ശരി ആർക്കാണ് വോട്ടില്ലാത്തത്? അത് ഇത്രയും പേർക്ക് എന്തുകൊണ്ടാണ് വോട്ടില്ലാത്തത്? അതിന് കാരണം പറയണ്ടേ? അത് അവർ ഇവിടെ ഉള്ളതാണ് അവിടെ ഉള്ളതാണ് എന്നാൽ രേഖകൾ കൊടുക്ക്, അവിടെ ഉള്ളവരുടെയും ഇവിടെ ഉള്ളവരുടെയും. എന്തായാലും ഈ പുരാണത്തിലൊക്കെ പറയുന്ന കണക്ക് പെട്ടെന്നൊരു കുട്ടി ജനിച്ച് പുഴയരികിൽ കണ്ടു എന്നോ ഇല്ലെങ്കിൽ വെള്ളത്തിന് മുകളിൽ കണ്ടു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോ തീർച്ചയായിട്ടും ഇതിന്റെ ഇത് വേണം. ഇതില്ല, ഇത് കൊടുക്കാനില്ല. അപ്പൊ ഇവരെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടാകില്ല. ഈ പറഞ്ഞ 6 ലക്ഷം പേർക്ക് വോട്ട് ചെയ്യാനും പറ്റില്ല, കാരണം അവിടെ രേഖയില്ല. പിന്നെ അവർ അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു പ്രക്ഷോഭം കാര്യങ്ങളും കലാപരിപാടികളും കുറച്ചു ദിവസം നിൽക്കും, നമ്മുടെ മാധ്യമങ്ങളൊക്കെ എടുത്തിട്ട് അലക്കും, ചർച്ചകൾ നടത്തും. അതിനപ്പുറം ഇതൊന്നും സംഭവിക്കില്ല. അത് കഴിയുമ്പോൾ ഇത് കെട്ടടങ്ങും. ആ 6 ലക്ഷം പേര് പെരുവഴിയിലാകും. പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയക്കാരും 7.6 ലക്ഷം പേരെന്ന് പറയുന്നത് ആദ്യഘട്ടത്തിലെ വോട്ടർ പട്ടിക പുറത്തിറക്കിയതാട്ടോ. ഇത് വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ അപ്പുറം വലിയ പ്രതിഷേധം ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, നമ്മൾ അറിഞ്ഞത് 11.5 ലക്ഷം പേരുണ്ടാകുമെന്ന് അറിഞ്ഞു ബീഹാറിൽ. ടോട്ടൽ 11.5 ലക്ഷം പേര് ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമായിട്ട്. പിന്നെ വേറെ ഉണ്ട്, ഈ മരിച്ചവര് ഇന്ത്യക്കാരൊക്കെ തന്നെയാണ്. മരിച്ചവര് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്ത് മരിച്ച 65 ലക്ഷം പേരാണ് ടോട്ടൽ ഇപ്പം 1ാം ഘട്ടത്തിൽ നീക്കം ചെയ്തിരിക്കുന്നത്. അതിൽ മരിച്ചവരുണ്ട്, സ്ഥലം മാറിപ്പോയവരുണ്ട്, വേറെ സ്റ്റേറ്റിൽ പോയി സെറ്റിൽ ചെയ്തവരുണ്ട്, പിന്നെ പുറത്തൊക്കെ പോയി സെറ്റിൽ ചെയ്തവരുണ്ട്. അത് വേറെ കാര്യം. ഇതെന്ന് പറഞ്ഞാൽ ഒരു രേഖയും ഹാജരാക്കാൻ ഇല്ലാത്തവരാ. ഒന്നും ഹാജരാക്കാനില്ലാത്ത 11 ലക്ഷം പേര്. എന്തെങ്കിലും ഒരു രേഖ ഹാജരാക്കാൻ ഇല്ലാതെ വരുമോ? അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിയും കോടതികളെല്ലാം പറയുന്നത് ഈ ആധാർ കാർഡ് നിങ്ങളുടെ പൗരത്വ രജിസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ പൗരത്വ രേഖയായിട്ട് അംഗീകരിക്കില്ല എന്ന്. കാരണം ആധാർ കാർഡ് ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു സാധനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ആധികാരികമായ രേഖകളും കാര്യങ്ങളും വേണം. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ പഴയതൊക്കെ കൂട്ടുനിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പിടിച്ചു കഴിഞ്ഞാൽ അവൻ പോകുന്നത് ചെറിയ കേസിനല്ല, UAPA എന്ന് പറഞ്ഞൊരു കേസിനാണ്. ഒരു വില്ലേജ് ഓഫീസർ അനധികൃതമായ റോഹിംഗ്യകൾക്കോ ബംഗ്ലാദേശികൾക്കോ പൗരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ്, ഇവിടെ അവിടുത്തുകാരനായിരുന്നു, ഇവന്റെ അമ്മയെ അറിയാം, ഇവന്റെ അച്ഛനെ അറിയാന്നൊക്കെ പറഞ്ഞൊരു കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്താൽ സാധാരണ കേസല്ല വരുന്നത്. അതായത് ദേശവിരുദ്ധ കേസാണത്. അത് UAPAയിലാണ് പോകുന്നത്. അകത്ത് കിടക്കും, ജാമ്യം കിട്ടത്തില്ല, 45 ദിവസം കുറഞ്ഞത് കിട്ടത്തില്ല. അതിനുശേഷം പിന്നുള്ള കാര്യം പിന്നീട് ആലോചിക്കാം. അതുകൊണ്ട് അവര് കൂട്ടുനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയക്കാർ ഇപ്പൊ കാണിക്കുന്ന ബഹളമേ ഉള്ളൂ, പിന്നീട് അവർ ബഹളം ഉണ്ടാക്കത്തില്ല. ഈ 6 ലക്ഷം പേരും പെരുവഴി തന്നെയാണ്. പിന്നെ ഒരു ഗതിയില്ലാതെ വരുമ്പോൾ അവർ തിരിച്ചു തന്നെ പൊക്കോളും. നമ്മൾ പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ വിചാരിക്കും ഇതിലും ഭേദം സ്വന്തം നാട്ടിൽ തന്നെ കിടക്കാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ യാതൊരു സെക്യൂരിറ്റിയും ഇല്ല. ഇന്ത്യൻ പൗരനല്ല, ഒരു പോലീസ് സ്റ്റേഷൻ ചെന്നൊരു പരാതി പറയാൻ പറ്റില്ല. കാരണം ഒരു ഗസ്റ്റ് ആണെങ്കിൽ പറ്റും. ഇപ്പൊ വിദേശത്ത് നിന്ന് ഫോറിനിൽ നിന്ന് വരുന്ന, ഇപ്പം ഗൾഫിൽ നിന്ന് വരുന്ന അറബികളാട്ടെ, ഇല്ല UK നിന്ന് വരുന്ന ഫോറിനേഴ്സ് ആട്ടെ, അവർ ടൂറിന് വരുന്നവരാണ്. അവർക്ക് നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ സുരക്ഷ കൊടുക്കുന്നുണ്ട്. അവർക്കുള്ള ആതിഥ്യ മര്യാദകൾ എല്ലാം കൊടുക്കും. അതുപോലെ അല്ലല്ലോ വലിഞ്ഞു കയറി വന്ന് നിൽക്കുന്നവന്മാര്. അവർക്ക് യാതൊരു അഡ്രസ്സും ഇല്ല. പിടിച്ചു കഴിഞ്ഞാൽ എന്ത് കാണിക്കും? അതുകൊണ്ടല്ലേ ഈ വിദേശത്തു നിന്നൊക്കെ വരുന്നവർക്ക് എതിരെ ഇവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ കുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വിദേശിയെ ആക്രമിച്ച് നോക്കിക്കേ, അപ്പൊ തന്നെ അവര് അവരുടെ എംബസിയിൽ അറിയിക്കുന്നു, നമ്മുടെ സ്റ്റേറ്റ് സർക്കാരിനെ അറിയിക്കുന്നു. അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ തന്നെ നടപടിയിലേക്ക് നീങ്ങുകയാണത്, അല്ലേ? പക്ഷെ എന്നാ ഇനിയിപ്പോ ബംഗ്ലാദേശികൾ വന്നിട്ട് എവിടെ പരാതിപ്പെടും? എന്തും പറഞ്ഞ് പരാതിപ്പെടും. കാരണം അവര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല, ഒരു ID കാർഡില്ല, ഒന്നുമില്ല. അവർ വരുമ്പോ തന്നെ അപ്പോഴേ തന്നെ പോലീസ് തൂക്കത്തില്ലേ അനധികൃതമാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ക്രൂഷ്യൽ ആകും, യാതൊരു ഡൗട്ടും ഇല്ല. അപ്പം കാരണം മമതാ ബാനർജിയെ സംബന്ധിച്ചും ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചും ഈ കുടിയേറ്റക്കാരാണ് എന്നും അവർക്ക് ബാക്ക് ബോൺ ആയിട്ട് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ കൊടി പൊക്കിക്കൊണ്ടിറങ്ങാനായിട്ട് കുറെ എണ്ണം ഇവിടെ ഇരിപ്പുണ്ട്.
വെറുതെ ഒരു കാര്യവുമില്ല. കാരണം ഒരു പ്രത്യേകിച്ചൊരു റോളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ തലത്തിൽ ഇന്ത്യയിൽ ഇല്ല. കോൺഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ ഈ ഛത്തീസ്ഗഡിലെ വിഷയം നമ്മൾ കണ്ടതാണ്. ആ ഛത്തീസ്ഗഡിൽ BJP ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ കന്യാസ്ത്രീകൾക്ക് മോചനം ഉണ്ടാകില്ല എന്നുള്ള കാര്യം തലയ്ക്ക് വെളിവുള്ള എല്ലാവരും അറിയാം. കാരണം ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് BJP സർക്കാരാണ്. അപ്പൊ അവരുടേതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. പബ്ലിക് പ്രോസിക്യൂട്ടർ ജാമ്യത്തെ എതിർത്തില്ല എന്നത് കൊണ്ട് മാത്രമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത്. അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ സാധാരണഗതിയിൽ എല്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറും ജാമ്യത്തെ എതിർക്കും. അവർ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയാം ജാമ്യം കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെയും കിടക്കേണ്ടി വരും അകത്ത്. അതല്ലാതെ ഇവിടുന്ന് ജോസ്കോ മാണി, ജോൺ ബ്രിട്ടാസ് ഒക്കെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? പക്ഷെ നേരെ മറിച്ചത് UP ആയിരുന്നെങ്കിലോ അവിടെ ചെല്ലുമായിരുന്നു? ചെല്ലത്തില്ല. ഇവിടെ രാഹുൽ ഗാന്ധി മിൽക്കിപൂരില് അവിടെ പള്ളിയുമായി പ്രശ്നം ഉണ്ടായപ്പോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയോടെ ചെന്നപ്പോ പറഞ്ഞു കേറിക്കോ, പക്ഷെ ജില്ലയുടെ അകത്തോട്ട് കയറാൻ സമ്മതിക്കില്ല, പുറത്ത് നിന്നോളാൻ പറഞ്ഞു. ജില്ല കേട്ടില്ല, അവര് കേട്ടില്ല. സംഭാലില് അങ്ങനെയായിരുന്നു. ഇതിനു മുമ്പ് ഇവിടുന്ന് നമ്മുടെ മുസ്ലിം ലീഗിന്റെ MPമാരും ഒക്കെ പോയിട്ട് അവിടെ നോയിഡ വെച്ച്, അതായത് നോയിഡ എന്ന് പറഞ്ഞത് ഡൽഹി UP ബോർഡറാണ്, കേട്ടിട്ടില്ല. അപ്പൊ അത് യോഗി ആണെങ്കിൽ ഈ ടീമൊന്നും അകത്ത് വിടുകയും ചെയ്ത്. അതായത് യോഗി ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടുന്ന് പോയില്ലായിരുന്നു. ഇവിടെ കിടന്നിട്ടുള്ള അഭ്യാസമുള്ള സോഷ്യൽ മീഡിയ കിടന്നുള്ള ആക്ടിവിസം, പിന്നെ ചാനലിൽ കിടന്നുള്ള വലകുത്തിമറിയൽ. അയാൾക്ക് MP ആണോ MLA ആണോ എന്ന് പോലും ഇല്ല, അയാൾ പിടിച്ചങ്ങകത്തിടും. അതാണ്. അല്ല, അവിടെ രണ്ട് വൈദികരകത്ത് കിടപ്പുണ്ട്. വൈദികർ എന്നല്ല അതിന് പറയുന്നത്, പാസ്റ്റേഴ്സ് ആണ്, പാസ്റ്റർമാരാണ്. ഒരു ഭാര്യയും ഭർത്താവും. എനിക്ക് തോന്നുന്നു കൊല്ലം സ്വദേശികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അകത്ത് കിടപ്പുണ്ട്. അതെന്തും ആരും ശബ്ദിക്കുന്നില്ലല്ലോ, ആരും മിണ്ടുന്നില്ലല്ലോ. ഇവിടുന്ന് ഒരു BJP നേതാവും പോകുന്നില്ലല്ലോ ഇറക്കണം എന്ന് പറഞ്ഞു. അത് വേറെയാണ്, റേഞ്ച് വേറെയാണ്. ഇപ്പൊ ഇവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ BJP പോയത് കൊണ്ട് മാത്രമാണ് റിലീസ് ചെയ്തത്. അല്ലാതെ ഇവിടെ കിടന്നിട്ട് ഈ രാഷ്ട്രീയക്കാർ എന്ത് തലകുത്തി മറിഞ്ഞാലും ഒരു രക്ഷയില്ല. കാരണം അവിടുത്തെ കോൺഗ്രസ് പോലും കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. പിന്നെ ഇവിടെ പോയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ, അവരുടെ വിചാരം ഈ മാധ്യമങ്ങൾ പറയുന്നതാണ് എല്ലാവർക്കും വിശ്വാസം എന്നൊരു ധാരണ ഇപ്പോഴും വെച്ച് പുലർത്തുന്ന ചില മുഖ്യധാര മാധ്യമ മുതലാളിമാരും അവതാരകരും ഉണ്ട്. അവർ മനസ്സിലാക്കേണ്ട കാര്യം, കാലം മാറി. കാരണം ഇന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കൊച്ചു കുഞ്ഞിന് പോലും വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലഘട്ടമാണിത്. ആ കാലഘട്ടത്തിൽ കുത്തിയിരുന്ന് നിങ്ങളുടെ വാർത്ത കണ്ട് സത്യം മനസ്സിലാക്കി കാര്യങ്ങൾ ചിന്തിക്കുന്നത് കുറെ അടിമകൾ ഉണ്ടാകും. അതെല്ലായിടത്തും ഉള്ളതാണ്, എല്ലാ പ്രസ്ഥാനത്തിലുമുണ്ട്, എല്ലാത്തിലുമുണ്ട്. അവരുടെ ഉണ്ട്. അത് ശുഷ്കിച്ച് വരിക. കാരണം പുതിയ തലമുറ വരുമ്പോൾ അതിനകത്ത് അടിമകളൊന്നുമില്ല. പഴയ കുറെ ടീമുകളുണ്ട്, കുറെ ടീമുകളുണ്ടാവും. അവര് ചിലപ്പോൾ നേരം പോക്കിന് വേണ്ടിയിട്ടോ റിട്ടയർമെന്റ് കഴിയുമ്പോൾ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടോ ഒക്കെ ഇതൊക്കെ കണ്ടുണ്ട്. അവരൊന്നും വിശ്വസിക്കുന്നില്ല, അവരൊക്കെ ഒരു തമാശ കണക്കെ കാണുന്നുള്ളൂ. പക്ഷെ ഇതുവരെ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇതിന്റെ ഒരു വലിയ സമരം തന്നെ വരും. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഡിബേറ്റിൽ, നമ്മൾ ഈ അനാലിസിസിൽ ഇതൊരു വലിയ ചർച്ചയായിട്ട് വരുന്ന ഒരു സമയം വരും. ഇത് അക്രമത്തിലേക്ക് മാറും കേട്ടോ, വലിയ അക്രമത്തിലേക്ക് വരും. കാരണം പൗരത്വ നിയമം പോലെയുള്ള ഒരു വലിയൊരു പ്രതിഷേധത്തിലേക്ക് അത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അല്ല, കൊണ്ടുവരും. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ബീഹാറിലും ബംഗാളിലും ഇലക്ഷൻ വരുമ്പോൾ പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നുമില്ല എടുത്തിട്ട് പയറ്റാനായിട്ട്. കാരണം ഒന്നിപ്പം നരേന്ദ്രമോദി പഴയ ഈ 2024 കയറിയപ്പോ പറഞ്ഞു അയ്യോ അദ്ദേഹത്തിന് പിന്തുണ ദുർബലനാണെന്ന് പറഞ്ഞു. ഇപ്പൊ ദുർബലനല്ല, ഡബിൾ പവറുമായിട്ടാണ് നിൽക്കുന്ന ആള്. അവിടെ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ അവസാനം പറ്റുന്ന പണിയെടുത്തിൽ ബീഹാറിൽ വലിയൊരു കുത്തിത്തിരിപ്പ് ഇളക്കം ഉണ്ടാക്കും. മുസ്ലിം വോട്ട് ബാങ്കിനെ സംരക്ഷിക്കുക എന്നൊരു നീതിയിലേക്ക് പോകും. ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷയില്ല, മറ്റേതില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സംഘടനകൾ ഇറങ്ങും, പ്രതിപക്ഷ പാർട്ടികൾ ഇറങ്ങും, കുറെ ക്രിസ്ത്യൻ സംഘടനകളും രംഗത്തിറങ്ങും. ന്യൂനപക്ഷങ്ങൾക്ക് ദ്രോഹം. കാരണം എന്താ അറിയാമോ, പിന്നെ പെരകത്തുമ്പം വാഴ വെട്ടാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് ഈ ക്രിസ്ത്യൻ സംഘടനകൾ ഇറങ്ങുന്നത്. രസകരം എന്ന് പറഞ്ഞാൽ ഇവർ ഈ വിഷയത്തിനാണ് പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നതെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ വേറെയാണ്. കാശ്മീരിൽ 370 തിരിച്ചു കൊണ്ടുവരണം, പൗരത്വ നിയമം പിൻവലിക്കണം, തിരിച്ചു കൊണ്ടുവരണം. അതായത് അത് തൊട്ട് ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ പോട്ടെ രാമക്ഷേത്രം തൊട്ടുള്ള വിഷയങ്ങൾ യവന്മാര് ഇതിനകത്ത് പറയുന്നത്. എല്ലാവന്മാരും ഒരു ചെറിയ പ്രക്ഷോഭത്തിന്റെ ഒരു അവസാന കാലത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അത് വളരെ നല്ലൊരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എന്തായാലും ഇങ്ങനെ കുറെ പേരെ ഫിൽട്ടർ ചെയ്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. പൗരത്വ ഭേദഗതി കുറെ എണ്ണം ഫിൽട്ടർ ചെയ്ത് അങ്ങനെ അവസാനം അത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിൽ എത്തി നിന്ന് ഇപ്പോഴിതാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രക്ഷോഭങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് അറിഞ്ഞോ അറിയാതെയോ ചില വിവിധ മതത്തിൽപ്പെടുന്ന സംഘടനകളും ചെന്ന് ചാടുന്നുണ്ട്. പക്ഷെ ചാടി കിട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ചർച്ച നടത്താം, വാർത്ത ചമയ്ക്കാം എന്നല്ലാതെ അതിനപ്പുറം അവിടെ ഒന്നും കേൾക്കില്ല. കാരണം ഇപ്പൊ ഈ ഛത്തീസ്ഗഡിലെ സംഭവം ഒരു സൂചന മാത്രമാണ്. കാരണം അതിപ്പോ ഈ BJP-ക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടും അവര് രാജീവ് ചന്ദ്രശേഖരൻ ആയതുകൊണ്ടാണെന്നാണ് ഞാൻ പിന്നെയും കരുതുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ ദേശീയ നേതാക്കളുമായിട്ട് മോദിയുമായിട്ടും ഷായുമായിട്ടും ഒക്കെ നല്ല ബന്ധമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പോയി സംസാരിച്ചത്. വേറെ ആരെങ്കിലും വരുന്നത് സംഭവിക്കുമെന്ന് പോലും സംശയമുണ്ട്. കാരണം അവരാരും ഇവിടുത്തെ KC വേണുഗോപാൽ എന്ന് പറഞ്ഞാലൊന്നും അമിത്ഷാ ഒന്നും കേൾക്കത്തില്ല. അവര് വേറെ റേഞ്ചാണ്. ആ ഏരിയ പോലും അവരിത് മൈൻഡ് ചെയ്യത്തില്ല. കാരണം അവരെ സംബന്ധിച്ച് ഛത്തീസ്ഗഡാണ് അവർക്ക് ഏറ്റവും വലുത്. ഏറ്റവും കൂടുതൽ MLA-മാരുള്ള സ്ഥലമാണ്, അവർ ഭരിക്കുന്ന സ്ഥലമാണ്. അല്ലാതെ 0 സീറ്റുമായി നിൽക്കുന്ന കേരളമല്ല അവർക്ക് പ്രശ്നം. നാളെ ഒരു കാലത്ത് കിട്ടും.
എന്ന് പറയുന്ന പിന്തുണയല്ല അവർക്ക് പ്രശ്നം. അവർക്ക് ഓൾറെഡി അവർ ഈ കാര്യം പറഞ്ഞ് തന്നെ ജയിച്ചവരാണ് അവര്. അപ്പൊ അവർക്ക് അതാണ് അതെ. വലുത്. ഇനി നാളെ ഒരു സംഭവം ഉണ്ടായപ്പോഴും എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഇനിയിപ്പോ BJPക്ക് പോലും വലിയ റോൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല അത്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. ഏതായാലും ഇതൊരു വലിയ കലാപമായിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ബീഹാറിൽ തുടങ്ങിയിട്ടുണ്ട്. അതിന് പിന്നിൽ ബംഗാളും ഉണ്ടാകും. ഈ സമയം നോക്കി ഒരുപക്ഷെ ബംഗ്ലാദേശിൽ രൂപപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് അച്ചുതണ്ടിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷെ ഇതുകൊണ്ട് ഒരു കാര്യമേ ഉള്ളൂ, പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യങ്ങളോ ഇതൊന്നും ന്യായമല്ല എന്നുള്ള കാര്യം ഈ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിജയിക്കാൻ പോകുന്നില്ല. ഇവര് ഒന്നാമത്തെ കാര്യം, ഇവർ ദേശവിരുദ്ധരാണെന്ന് ഇവരുടെ അടിക്കടിയുള്ള പ്രസ്താവനകളിൽ നിന്ന് തെളിയുന്ന കാര്യമാണ് ജനത്തിന്. അപ്പൊ ഇതും കൂടെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് ജനം തന്നെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയും. കാരണം നമുക്ക് അതെ. കിട്ടേണ്ട റേഷനും ആനുകൂല്യമാണ് ഈ പോകുന്ന ഈ 6.5 ലക്ഷം കൂടി ഇത്ര നാൾ കഴിച്ചോണ്ടിരുന്നത്. ഇവിടെ 6.5 ഒന്നും അല്ല, ഉം, ഉം. അതിന് മേളിൽ വരും ഈ പറയുന്നവർ കഴിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് കിട്ടേണ്ട മെഡിക്കൽ ആനുകൂല്യങ്ങളുടെ ഒരു ഭാഗമാണ്. കാരണം എന്തോ അപ്പൊ നമുക്ക് ഷെയർ കുറയല്ലേ. നമുക്ക് സർക്കാർ അതെ. 50 രൂപ തരുമ്പോൾ അതിനകത്തേക്ക് ഇത്രയും ലക്ഷം പേരോട് വരുമ്പോൾ ഈ 100 രൂപ ആകെ ഉള്ളൂ. ആ 100 രൂപയിൽ ഒരു ഷെയർ അവിടെയും കൊടുക്കുമല്ലോ, നമുക്ക് കുറയല്ലേ ചെയ്യുന്നത്. ഈ അതെ. തദ്ദേശീയരായ മുസ്ലിങ്ങളുണ്ട് ബംഗാളിലും ആസാമിലും ഒക്കെ, അവരുടെ സംവരണം പോലും ഇല്ല അവർക്ക്. ആ സംവരണം മുഴുവൻ ഈ കയറി വന്നവരെ കവർന്നെടുത്തിരിക്കുന്നത് അല്ലേ. കണക്ക് ഉം, ഉം, പറയുമ്പോൾ ഉം. ഉണ്ട്, അതേ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുത്തിട്ടുണ്ട്. ഏത് മുസ്ലിം എന്ന് അതെ. ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്ന മുസ്ലിം. തിരക്കി പോകുമ്പോ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്ന് വോട്ടർ പട്ടികയും കാർഡും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുസ്ലിംസ് ആണിത്. അപ്പൊ ഞാൻ അതെ. പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇതൊരു വലിയ പ്രക്ഷോഭമായിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്.